ഹായ് ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ കേരള ടു അരുണാചൽ സീരീസിൻ്റെ തേർഡ് ഡേ ആണെന്ന്. കുറച്ച് ദൂരം ട്രാവൽ ചെയ്ത ശേഷം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടൊരു സ്ഥലത്ത് നിർത്തി. അവിടെ നിന്ന് നമ്മൾ ഇഡലിയും ദോശയാണ് ഓർഡർ ചെയ്തത്. അത്യാവശ്യം നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അപ്പോൾ നമുക്ക് ഇന്നും കൂടെയാണ് സൗത്ത് ഇന്ത്യൻ ഫുഡ് കഴിക്കാനായിട്ട് പറ്റുന്നത്. നമ്മൾ ഇന്ന് തന്നെ മഹാരാഷ്ട്രയിലോട്ട് പോവുകയാണ്. അപ്പോൾ അവിടുന്ന് കുറച്ച് ദൂരം യാത്ര ചെയ്തിട്ട് ഞങ്ങൾ പെട്രോൾ അടിക്കാനായിട്ടൊരു സ്ഥലത്ത് നിർത്തി. അവിടുന്ന് പെട്രോളൊക്കെ അടിച്ച് ഞങ്ങൾ ഞങ്ങളുടെ യാത്ര വീണ്ടും തുടർന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ചിലവിനെപ്പറ്റി ഉൾപ്പെടുത്തിയിട്ടില്ലായിരുന്നു. കഴിഞ്ഞ ദിവസം നമുക്ക് ചിലവായ പൈസ എന്ന് പറയുന്നത് 3528 രൂപയാണ്. അതിൽ നമുക്ക് പെട്രോളിൻ്റെ പൈസ ഞങ്ങൾക്ക് ഒരിക്കലും കുറയ്ക്കാനായിട്ട് പറ്റത്തില്ല. പിന്നെ റെൻ്റൊക്കെ ഞങ്ങൾ അത്യാവശ്യം കൺട്രോൾ ചെയ്താണ് പോയത്. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നിസാമാബാദ് ഡിസ്ട്രിക്റ്റിലൂടെയാണ്. ഇതൊരു ഫോറസ്റ്റ് ഏരിയ ആണെന്നാണ് സൈൻ ബോർഡിൽ കണ്ടത്. പക്ഷേ ഇത് കണ്ടാൽ നമുക്കൊരു ഫോറസ്റ്റ് ഏരിയ ആണെന്നൊന്നും തോന്നത്തില്ല. കാരണം നമ്മൾ കേരളത്തിലെ ഫോറസ്റ്റുകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആ മനസ്സിലോട്ട് വരുന്ന വളരെ തിക്കായിട്ടുള്ള നല്ല പച്ചപ്പ് നിറഞ്ഞ ഫോറസ്റ്റുകളാണ്. പക്ഷേ ഇവിടെ കൂടുതലും ഡ്രൈ ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. മരങ്ങളൊക്കെ നല്ല രീതിയിൽ ഉണങ്ങി നിൽക്കുന്ന ഒരു തരത്തിലാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഈ കാഴ്ചകൾ തന്നെയാണ് നമുക്കിനി അങ്ങോട്ട് കാണാനായിട്ടും പറ്റുന്നത്. ചൂട് നല്ല രീതിയിൽ കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വഴിയരികിൽ ഒരു ATM കണ്ടപ്പോൾ അവിടെ നിർത്തി. കുറച്ച് AC കൂടെ കൊള്ളാമെന്നുള്ള രീതിയിലാണ് നിർത്തിയത്. നമ്മൾ ദിഷ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്. അവിടെ ആണെങ്കിൽ പൈസയും ഇല്ല, AC ഇല്ലായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഉടനെ തന്നെ യാത്ര തിരിച്ചു. ഇങ്ങനെയുള്ള യാത്രയിൽ നമ്മൾ ഫേസ് ചെയ്യുന്നൊരു മെയിൻ പ്രോബ്ലമാണ് ATMകൾ കുറവാണ് എന്നുള്ളത് മാത്രമല്ല, ഉള്ള സ്ഥലങ്ങളിലാണെന്നുണ്ടെങ്കിൽ പൈസ ഉണ്ടാവാറില്ല. പിന്നെ നമ്മൾ റോഡിന് ഇരുവശവും കണ്ട ഒരു കാഴ്ചയാണ് ഇങ്ങനെ ഉരുളൻ കല്ലുകളുടെ മലകൾ. ഇത് നമുക്ക് ത്രൂ ഔട്ട് ജേർണിയിൽ വളരെയധികം കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. ഇവിടെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു രാമക്ഷേത്രമുണ്ട്. 14-ാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ചതാണ്. സമയപരിമിതി കാരണം ഞങ്ങൾക്ക് ഇങ്ങോട്ട് പോകാനായിട്ട് പറ്റിയില്ല. പിന്നെ ഞങ്ങൾ റോഡ് സൈഡിൽ കണ്ടൊരു കാഴ്ചയാണിത്. ചോളമാണെന്ന് കരുതിയാണ് നിർത്തിയത്, പക്ഷേ ഇത് മില്ലറ്റാണ്. ആന്ധ്രയിലും തെലുങ്കാനയിലും ഇങ്ങനെ ധാരാളം ധാന്യങ്ങൾ കൃഷി ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് നല്ല തണലുള്ള സ്ഥലമായിട്ട് തോന്നി. അപ്പോൾ നമ്മൾ അവിടെ കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. പിന്നെ വഴിയരികിൽ ഇതുപോലെ ചോള ഉണക്കാനായിട്ട് ഇട്ടേക്കുന്ന കാഴ്ചകളും കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളൊരു ബസ് സ്റ്റോപ്പിൽ നിർത്തി കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. ചൂട് വളരെ കൂടുതലായതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നിർത്തേണ്ടി വരുന്നത്. അപ്പോൾ അവിടെ നമ്മൾ കണ്ടൊരു കാഴ്ചയാണ് ഇതുപോലുള്ള ആർച്ചുകൾ. എല്ലാ ഗ്രാമപ്രദേശങ്ങളുടെയും മെയിൻ എൻട്രൻസിൻ്റെ അവിടെ ഇതുപോലുള്ള ആർച്ചുകൾ നമുക്ക് കാണാനായിട്ട് പറ്റും. ഫോണിൽ ഞങ്ങൾ ടെമ്പറേച്ചർ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം 41-42 ഡിഗ്രി സെൽഷ്യസ് ആണ് കാണിച്ചത്. ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾ അനുഭവിച്ചിട്ടുള്ള ഏറ്റവും കൂടിയ ടെമ്പറേച്ചറാണിത്. ഞങ്ങൾ ആദിലാബാദ് ഫോറസ്റ്റ് ഏരിയയിലാണ് ഇപ്പോൾ ഉള്ളത്. അവിടെ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ കണ്ടൊരു കാഴ്ചയാണ് ഇതുപോലുള്ള ഹെവി വെഹിക്കിൾസിൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ടുപോകുന്നത്. ട്രാൻസ്ഫോമറിൻ്റെ പാർട്സ് ആണെന്നാണ് വിചാരിക്കുന്നത്. ആദിലാബാദ് ഫോറസ്റ്റ് ഏരിയയിലൂടെയാണ് നമ്മൾ ഈ കടന്നു പോണത്. അപ്പം ഇവിടെ ഒരു ബ്രിഡ്ജുണ്ട്. അത് കഴിഞ്ഞാൽ നമ്മൾ മഹാരാഷ്ട്രയിലോട്ടാണ് കടക്കാൻ പോണത്. അപ്പോൾ ഇത് ഗോദാവരിയുടെ പ്രധാനപ്പെട്ട ഒരു ഉപനദിയാണ്. പൈൻഗംഗ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ നമ്മൾ മഹാരാഷ്ട്രയിൽ കണ്ടൊരു ധാബയിൽ ചായ കുടിക്കാനായിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു. ചായയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല മധുരമുള്ള ചായയായിരുന്നു. ഇവിടെ അവർ ഫ്ലാസ്കിലാണ് ചായ ഇട്ട് സൂക്ഷിക്കാറുള്ളത്. അപ്പോൾ അത് നമുക്ക് എടുത്ത് തരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങോട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ലൈവ് ചായക്കടകൾ വളരെ കുറവാണ്. അവർ വീട്ടിൽ നിന്ന് ചായ ഇട്ട് ഫ്ലാസ്കിൽ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ അവരത് അതിൽ നിന്ന് സർവ് ചെയ്ത് തരും. 5 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും ചൂടിന് ഒട്ടും കുറവില്ലായിരുന്നു. സൂര്യൻ ഇങ്ങനെ കത്തി ജ്വലിച്ച് നിൽക്കുകയാണ്. കുറച്ച് ദൂരം കൂടി ട്രാവൽ ചെയ്തതിന് ശേഷം ഞങ്ങൾ നയാരയുടെ ഒരു പമ്പിൽ പെട്രോൾ അടിക്കാനായിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ ബാത്റൂമൊക്കെ യൂസ് ചെയ്തിട്ട് ഞങ്ങളുടെ യാത്ര വീണ്ടും തുടർന്നു. പിന്നീട് ഞങ്ങൾ കണ്ടൊരു കാഴ്ചയാണ് ഇതുപോലെ പാടങ്ങളിൽ സാധനങ്ങൾ കത്തിക്കുന്നത്. ഇത് നമ്മൾ കുറച്ചധികം സ്ഥലത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നോർത്ത് ഇന്ത്യയിലുള്ള യാത്രയിൽ മെയിനായിട്ട് ഫേസ് ചെയ്തൊരു പ്രശ്നമെന്ന് പറയുന്നത് വൃത്തിയുള്ള ടോയ്ലറ്റുകളില്ല എന്നുള്ളതാണ്. പക്ഷേ നയാരയിൽ വൃത്തിയുള്ള ടോയ്ലറ്റുകളായിരുന്നു. പിന്നെ ഞങ്ങൾ നാഗ്പൂരിൽ ഞങ്ങളുടെ റൂമിലെത്തി. ലഗേജൊക്കെ അഴിച്ചു വെച്ചു. ഞങ്ങൾ എല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്ത് ചേട്ടൻ പുറത്ത് പോയി എഗ്ഗും ഓയിലൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് ഞങ്ങൾ നൂഡിൽസൊക്കെ കുക്ക് ചെയ്ത് കഴിച്ചു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.